2 കൊരിന്തോസിന്റെ 5:1-2 വചനം പറയും, ഞങ്ങൾ വസിക്കുന്ന ഭൗമിക ഭവനം നശിച്ചു പോകുമെങ്കിലും കരങ്ങളാൽ നിർമ്മിതമല്ലാത്തതും ശാശ്വതവും ദൈവത്തിനുള്ളതുമായ സ്വർഗീയ ഭവനം ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. കണ്ടോ, ഞങ്ങൾക്ക് സ്വർഗീയ ഭവനം ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾ അറിയും. വാസ്തവത്തിൽ ഞങ്ങൾ ഇവിടെ നെടുവീർപ്പെടുകയും സ്വർഗീയ വസതി പ്രാപിക്കുവാൻ വെമ്പൽ കൊള്ളുക. ഹല്ലേലൂയ. ആ ഒരു അനുഭവമുള്ളവർക്കാണ് ഈ ലോകത്തിലുണ്ടാകുന്ന തിരസ്കരണങ്ങൾ, അവഗണനകൾ, അല്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ അവർ ഗൗരവമായിട്ട് എടുക്കില്ല. കാരണം അവർക്കെല്ലാം അറിയാം, കൃത്യം അറിയാം, ഇത്രയും നാൾ കഴിയുമ്പോൾ ഈ ലോകവുമായിട്ടുള്ള ബന്ധം മുറിയും. എന്നെ ഉണ്ടെങ്കിലും ഒന്നും ഇല്ലെങ്കിലും ഇത് ഇത്ര കാലം കഴിയുമ്പോൾ ഈ ലോകവുമായിട്ടുള്ള ബന്ധം മുറിയുന്നു. അതിനുശേഷം എത്താൻ പോകുന്ന നിത്യജീവിതത്തെ കുറിച്ചുള്ള വലിയ അവബോധം, നല്ല ബോധ്യം മനസ്സിലുണ്ട്. പരിശുദ്ധ ത്രിത്വത്തോടു കൂടിയുള്ള ജീവിതം, സ്വർഗപിതാവിനോടും ഈശോമിശിഹായോടും പരിശുദ്ധാത്മാവിനോടും പരിശുദ്ധ അമ്മയോടും അപ്പസ്തോലന്മാരോടും ചേർന്നുള്ള സ്വർഗത്തിന്റെ ജീവിതത്തെ അവർ മുന്നിൽ കണ്ട് ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുക. അപ്പൊ അതാണ് ചില സന്യാസ ആശ്രമങ്ങൾക്ക് ആദ്യകാലങ്ങളാണ് അവരിങ്ങനെ എന്തോ ചിലർ ചോദിക്കും, നിങ്ങളിങ്ങനെ പണിയൊന്നും ചെയ്യാതെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം, ഉപവാസം എടുത്തുകൊണ്ട് മാത്രം നിങ്ങളിങ്ങനെ ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ അവർ ലക്ഷ്യം കണ്ടിട്ടാണ് അവർ ജീവിക്കുന്നത്. അവർക്ക് വലിയൊരു ലക്ഷ്യമുണ്ട്. അത് നിത്യതയിൽ കിട്ടുന്നൊരു പ്രതിഫലത്തിൽ അവർ മനസ്സിനെ വേരൂന്നിക്കൊണ്ട് അവർ ജീവിക്കുകയാണ്. അക്കരയ്ക്ക് യാത്ര ചെയ്യുന്ന സിയോൻ സഞ്ചാരി നമ്മൾ പറയാറില്ലേ, ഈ കടലിലൂടെ പോകുമ്പോൾ കടലിന്റെ കോളിളക്കമുണ്ട്. കടലിന്റെ നേച്ചർ, അത് ഭൂമി, ഇതാണ് പ്രപഞ്ചത്തിൽ. പക്ഷെ ഇതിലൂടെ പോകുമ്പോൾ അവനറിയാം ഒരു തീരമുണ്ട്, അത് നിത്യതയുടെ തീരത്തിൽ ചെന്നെത്തും. അവൻ നല്ല ബോധ്യം. ഈ കടലിന്റെ സ്വഭാവമാണ് ഇളകി മറിയുന്ന കടല്. ഇതുപോലെ നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം പലവിധ പ്രതിഭാസങ്ങൾ. ഇന്ന് ഉയർന്നു കാണുന്നു, നാളെ താഴോട്ട് പോകുന്ന കാണാൻ പറ്റും. ഇന്ന് താഴെ നിൽക്കുന്നു, നാളെ ഉയർന്നു നിൽക്കുന്നത് കാണാൻ പറ്റും. എന്തും എപ്പോഴും എവിടെ വേണം സംഭവിക്കാവുന്നതാണ് ഈ കടലിൽ എന്ന് പറഞ്ഞത്. അപകടങ്ങൾ എല്ലാം, ഏത് അപ്രതീക്ഷിതമായ കാറ്റും കൊടുങ്കാറ്റും വരാം. അപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിലും നമുക്കൊരു പ്രശ്നം വരാവുന്ന സ്ഥലമാണ് ഈ ലോകം. അപ്പൊ ഇത് പക്ഷേ അവന്റെ പ്രതീക്ഷ മുഴുവൻ ഇതിനപ്പുറമുള്ള നിത്യജീവിതത്തിൽ അവൻ വേരൊന്ന് ചിന്തിക്കുക. കരപറ്റുക എന്ന് പറയുന്നത് ഈശോന്റെ അടുക്കൽ എത്തുക എന്നുള്ളതാണ്.